സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ അനീഷും അനുമോളും തമ്മിലൊരു ബഹളമുണ്ട്. വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വരുന്നില്ല. അനുമോളെ ക്യാപ്റ്റൻ ആക്കുമ്പോൾ മാത്രമാണ് അനുമോൾ ഫുഡ് ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാനൊക്കെ ഒരു താല്പര്യം കാണിക്കത്തുള്ളൂ. അനുമോളെ എല്ലാവരും അങ്ങോട്ട് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് വലിയ കാര്യമാണ്. അനുമോളെ ആരെങ്കിലും വിമർശിക്കുക അല്ലെങ്കിൽ അനുമോളെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഈ പണി ചെയ്യുക എന്നൊക്കെ പറയുന്നത് അനുമോൾക്ക് അത് ഇഷ്ടമായിട്ട് തോന്നുന്നില്ല. അതൊരു നല്ല ക്യാരക്ടറല്ല. പക്ഷേ അനുമോൾക്ക് നല്ല ക്വാളിറ്റിയുമുണ്ട്. ഇപ്പോൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അനീഷാണ്. അനീഷ് രാവിലെ പോയി അനുമോളെ വിളിക്കുന്നു, വന്ന് ഫുഡ് ഉണ്ടാക്കുക, ഉപ്മാവ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അനുമോൾ വരുന്നില്ല. അനുമോൾ അവിടെ ഇരിക്കുകയാണ്. ഇന്നലെ എന്തോ എന്നോട് പറഞ്ഞു, ഇന്നലെ അരി ഉണ്ടാക്കുന്ന സമയത്ത് തീ കുറച്ചിട്ടപ്പോൾ അനീഷ് ദേഷ്യപ്പെട്ടിരുന്നു. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം എന്തോ അനീഷ് പറഞ്ഞു. ആ ഒരു വിഷയത്തെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും അനുമോൾ ഇരിക്കുകയാണ്. അനുമോൾ പറഞ്ഞു ഞാൻ വരത്തില്ല, നിങ്ങളങ്ങ് ഉണ്ടാക്കിക്കോ എന്ന രീതിയിൽ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ കിച്ചണിൽ വരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നും അറിയത്തില്ല. അപ്പോൾ ഒനിയൻ്റെ നിർദ്ദേശപ്രകാരം അനീഷ് വെള്ളമൊക്കെ വെച്ചപ്പോൾ അതെന്തിന് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അവിടെ തട്ടിക്കയറാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ട് അനുമോൾ അതിനെ റൂട്ട് തിരിച്ചു വിടുന്നു. അനുമോൾ ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് എന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അനുമോൾക്ക് കുറേ കഴിവുകളുണ്ട്, അനുമോൾക്ക് ഫുഡ് വെക്കാനൊക്കെ അറിയാം, അത് ഞങ്ങൾക്കൂടെ ഒന്ന് പഠിപ്പിച്ചതാ, ഞങ്ങളെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ. അനുമോൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്തെങ്കിലും അറിയാമെന്നുള്ള ഒരു ഭാവം എടുത്ത് ജീവിക്കരുതേ. അത് മറ്റുള്ളവർക്കും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനൊക്കെ കാണും, അത് ഷെയർ ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുക എന്നുള്ളതൊക്കെ അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുമോൾക്ക് എന്തോ ഞാൻ മാത്രമേ ഫുഡ് ഉണ്ടാക്കൂ, ഞാൻ മാത്രമാണ് എല്ലാം എന്ന രീതിയിൽ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലാണ് അവിടെ വരുത്തി തീർക്കുന്നത്. അതെന്തായാലും അനീഷ് രാവിലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് മാറിയില്ല. എന്തായാലും അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്.